എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളും സെലിബ്രിറ്റികളാണ് എന്ന ഈ സംവാദത്തിലേക്ക് സുസ്വാഗതം. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni hair elixir for women. ടെക്നിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈകുട്ടികളെ ആണുങ്ങൾക്ക് നടത്താൻ പറ്റും? ആൺപിള്ളേര് കളിക്കാന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്. നമ്മുടെ ബോംബെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ്. 25 കുട്ടികളെ ഇവരുടെ കയ്യിൽ നിന്ന് വീഡിയോ മേടിച്ച് ഞാൻ ട്രെയിൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. പറയൂ, ഏതെങ്കിലും മലയാളി ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഗുങ്രു ഒരു പ്രോഗ്രാം ഞാൻ ഓർഗനൈസ് ചെയ്തതിൽ 110 ഗ്രൂപ്പ്സും 1600 ആർട്ടിസ്റ്റ് വരുന്നുണ്ട് പെർഫോം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റിന് വേദി കൊടുക്കുകയാണെങ്കിലും സത്യമായിട്ട് നോൺ മലയാളീസ് ആണ് എനിക്ക് കൂടുതൽ വന്ന് ഫ്രണ്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയാം നീ ഒരു നല്ല കാര്യം ചെയ്യാൻ, നമ്മൾ നിന്റെ കൂടെ നിൽക്കാം. അതേപോലെ മലയാളീസ് അപ്രോച്ച് ചെയ്യുന്ന ഒത്തിരി കുറവാണ്. നമ്മൾ പോയി ചോദിച്ചാലും ക്ലാസിക്കലും ഫോക്ക് ഫോമിന് സ്പോൺസേഴ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തപ്പംകുത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ പെർഫോമൻസ് ആണെങ്കിൽ they are ready to support. That is a very sad thing. അതെനിക്ക് തോന്നുന്നു ഈ കലാരൂപത്തെ ശരിക്കും മറ്റുള്ളവർ അറിയുന്നില്ല എന്നുകൊണ്ടാണോ? അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും കുറച്ച് ടീച്ചർമാരുണ്ട്, കുട്ടികൾ, നിങ്ങൾക്കെല്ലാം കൂടെ ചേർന്ന് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി ഇതാണ് ഭരതനാട്യം, ഇതാണ് മോഹിനിയാട്ടം, അങ്ങനൊന്നും ചെയ്തുകൂടെ? അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലും ഫണ്ടിങ് വരുമ്പോൾ ഞങ്ങൾ കളക്ട് ചെയ്യണത് എമൗണ്ട് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രാക്ടിങ് മണി. അങ്ങനെ ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ മയൂഖ എന്ന് പറയുന്ന ഡാൻസ് ഫെസ്റ്റിവൽ. അത് ക്ലാസിക്കൽ ഡാൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ക്ലാസിക്കൽ ഡാൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, അടുത്ത പ്രാവശ്യം ഇവിടെയുള്ള സമാജത്തിൽ എല്ലാവരും വിളിക്കണം. നമ്മുടെ ചെയർമാനുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, കോർഡിനേറ്റർ, എല്ലാവരും ഇരിപ്പുണ്ട്. ഇവരെല്ലാരും വിളിക്കണം. തീർച്ചയായും വിളിച്ച് അവർക്ക് അതെന്തറിയും, ഒന്നാമത്തെ കാര്യം ഇത് അവരറിയണം. ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞില്ല മോഹിനിയാട്ടത്തിന് ഇവിടെ വേറെ വേഷം കെട്ടി ആടുന്നു എന്നൊക്കെയാണ്. അത് എന്താണ് മോഹിനിയാട്ടം, എന്താണ് ഒരു മുദ്ര? സർ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോ സിന്ധു പറഞ്ഞ പോലെ ഫണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് ഫണ്ടിങ് ചെയ്യുമ്പോൾ നോൺ മലയാളീസ് ആണ് ഫണ്ട് ചെയ്യണത്. റീസെന്റ് ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ടായി, അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഓർഗനൈസ് ചെയ്യണവരുണ്ട്. അപ്പോൾ അവര് പറയുകയുണ്ടായി, मारवाड़ी लोग पैसा देते हैं, गुजराती लोग पैसा देते हैं, अपना മലയാളി लोग क्यों पैसा नहीं देते? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താ അറിയോ, നാടും വിട്ട് വന്നത് എന്തിനറിയോ, ഇവിടെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം, ആ ഒരു ഇതിൽ വന്നതാണ്. ആ മനസ്സിന്ന് അത് മാറിയിട്ടില്ല. സമ്പാദിച്ചാലും നല്ലതായിരുന്നു. അല്ല, ഇതിന്റെ വേറൊരു വശമുണ്ട്. കാരണം ഇവിടുത്തെ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ അവരൊന്ന് ജോലിക്കൊക്കെ പോയി അവർ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അവർക്ക് കൂടുതൽ പൈസ എന്തിനാ? അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് തോന്നാറുണ്ടോ? ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികൾ പഠിക്കുന്നത് എല്ലാവരും സാമ്പത്തികമായിട്ട് ഹസ്ബൻഡ് വൈഫ് ജോലി ഇല്ല സർ, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ സമാജങ്ങളിൽ ക്ലാസ്, ചാരിറ്റബിൾ അസോസിയേഷൻ ക്ലാസ് നടത്തിയ ആളാണ്. റിക്ഷയ്ക്ക് 100 രൂപ കൊടുക്കും ഒരു ദിവസത്തില്. പക്ഷെ മാസത്തിലെ 300 രൂപയോ 150 രൂപയോ നടക്കേണ്ട സമയം വരുമ്പോ അവര് പേ ചെയ്യാൻ റെഡിയല്ല. ആ ഫീ കാർഡില് അവര് സ്വയം സൈൻ ചെയ്തിട്ട് ടീച്ചറുടെ സൈൻ ഇട്ടിട്ട് ഞങ്ങൾ ഫീ പേ ചെയ്തു എന്ന് ചെയ്തവരുണ്ട്. ഞാൻ അത് തന്നെ പറയുന്നത്, സമാജം ഫ്രീ ആയിട്ട് ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്, ഈ മോഹിനിയാട്ടവും ഇതുപോലെ തന്നെ ഭരതനാട്യവും ഒക്കെ. പക്ഷേ അതിന് വരുന്ന കുട്ടികൾ തനതായിട്ട് ഇതുപോലെ നിങ്ങളെപ്പോലുള്ള കുറച്ചുകൂടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ടീച്ചർമാരുടെ പിന്നെ സെലിബ്രിറ്റി വന്നു. ഇവരൊക്കെ സെലിബ്രിറ്റി. ഇപ്പം രാധിക ഒന്നും സെലിബ്രിറ്റി അല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. രാധികയൊക്കെ അറിയാത്ത ആരാണ്? അംഗീകരിച്ചിട്ടില്ലല്ലോ. രാധിക ഉണ്ട്, പക്ഷെ അതിനെ അംഗീകരിച്ചിട്ടില്ല. നല്ലൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇൻ കേസ് നാട്ടിൽ നിന്ന് നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരികയാണ്, ഒരു ട്രൂപ്പിനെ കൊണ്ടുവരികയാണ്, അതിന്റെ പബ്ലിസിറ്റി ചെയ്യുന്ന രീതി, ഞങ്ങളുടെ പബ്ലിസിറ്റി ചെയ്യുന്ന രീതി, ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ഞങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫ്ലയർ ഒന്നും വരുന്നില്ല. ബൈ ഒരു സീനിൽ ഞാൻ എവിടെയോ ഓടി നടക്കണു, അങ്ങനത്തെ ഒരു ട്രെയിലർ പോലെ എന്തെങ്കിലും നിങ്ങൾ ഇറക്കണ്ടെങ്കിൽ അത് അല്ലാതെ അവരുടെ ഫ്ലയർ വന്നിട്ട് പല ദിക്കിലും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇന്ന ആള് വരുന്നുണ്ട്, ഇന്ന ട്രൂപ്പ് വരുന്നുണ്ട്. അതിലൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെ ഈ കല ആസ്വദിക്കുന്ന നമ്മളെല്ലാ കലകൾക്കും ഉണ്ടല്ലോ ഒരു റേറ്റിംഗ് ആൾക്കാരുണ്ട്, ഇത് കാണുന്നവർ. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ മിമിക്രി ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നാടകം എന്ന് പറയുന്നത് ഞാൻ എന്റെ നല്ല പ്രായത്തില് ഞാൻ നാടകം കാണാനായിട്ട് മൈലുകൾ താണ്ടി നാടകം കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മൈല് താണ്ടി പോകാനുള്ള സൗകര്യം ഇവിടെ ആവശ്യമില്ല. എന്നാലും കാണുന്നുണ്ട്, നാടകം കാണാൻ പോകാറുണ്ട്. ട്രെൻഡായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, മനസ്സിലായോ?
സർ ഇന്നും ട്രെൻഡാണ്. ഇന്നും സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്യുമ്പോൾ പേ ചെയ്തിട്ട് ആൾക്കാർ ഹൗസ്ഫുൾ ആയിട്ട് ഓക്കെ നടക്കാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. വളർന്നു വരുന്ന കലാകാരിമാരോടും ചോദിച്ചു നോക്കാം. ദേവിക ഒരു പാട്ട് പാടി കൊടുത്തേ, നല്ല ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കട്ടെ. ഉന്നാളെ എന്നാളും എൻ ജീവൻ വാഴതേ சொல்லாமல் உன் சுவாசம் என் மூஞ்சில் சேரதே உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்கள் ஓரம் நீர்த்துளி உன் மார்பின் சாய்ந்து சாக தோணுதே ஓ, ഓ ആ ഇവിടെ സോമടി കൊടുക്കുക. അതായത് ഈ സംഗീതം മാത്രം, ഇതിന് ജാതി മതമൊന്നുമില്ല, ഒറ്റ ഭാഷയുള്ളൂ അല്ലെ? സംഗീതത്തിനൊരു ഭാഷയുള്ളൂ. ഞാൻ തിരിച്ചു വരുന്നത് പ്രമോദേട്ടൻ പറഞ്ഞില്ലേ, ആ. അവിടുന്ന് ഞാൻ വരാം. അവിടെ നയന ഒരു ചെറിയ തമാശ പോലെ പറഞ്ഞില്ലേ, ഇപ്പൊ ഏട്ടൻ സെലിബ്രിറ്റി ആയിട്ടില്ലാന്ന്. അപ്പൊ എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, വൈ നോട്ട് നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത്? നമ്മളെ മറുനാടൻ കലാകാരനായിക്കൊണ്ടാണോ? ഇതാണ് എന്റെ ചോദ്യം. അതെ, അതുകൊണ്ടാണോ നമുക്ക് ഈ ഒരു സെക്കൻഡ് അതാണ് അതേ അപ്പുറത്ത് ആര് പറഞ്ഞ സെലിബ്രിറ്റി അല്ലാന്ന്? അതുകൊണ്ടല്ലേ ഇവിടെ വിളിച്ചത് നിങ്ങളെല്ലാവരെയും. നിങ്ങളെല്ലാവരും സെലിബ്രിറ്റികളാണ്, അതുകൊണ്ടല്ലേ ഇവരെല്ലാവരും ഇവിടെ വിളിച്ചത്. ഗിരിജ അടുത്ത ഒരു രാഷ്ട്രീയത്തിൽ കയറ്റാം നമുക്ക്. ഒന്നും കൊടുത്ത്, കാരണം എന്ത് പറഞ്ഞാലും ആൻസർ ഉണ്ട്. അമർ റാം, നല്ല മനോഹര ഒരു പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ്, വളരെ വ്യത്യസ്തമായ ഒരു പേര്. താങ്കൾ തോന്നുന്നുണ്ടോ താങ്കളെ അംഗീകരിക്കപ്പെടുന്നുണ്ട്? 10 റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ? പാട്ട് പാടുന്ന ആളെന്നൊക്കെ പറയാറുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്, ബട്ട് സ്റ്റിൽ ഐ ഫീൽ കി ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് പോളറൈസ്ഡ് ആണ്. ഓക്കെ, എന്നുവെച്ചാൽ എൻറ്റയർലി ദി ഹോൾ മുംബൈ സർക്യൂട്ട് ഹാസ് നോട്ട് യെറ്റ് ബീൻ കവേർഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഐ എം കമ്മിങ് ഫ്രം ഖാർഗർ. അപ്പൊ ഖാർഗർ ആൻഡ് നൈ മുംബൈ റീജിയൻസിൽ ഐ ഗെസ് അത്ര ഓപ്പർച്യൂണിറ്റീസ് റീച്ച് ആവുന്നില്ല, ഔട്ട്റീച്ച് അത്ര വർക്ക് ചെയ്യുന്നില്ല. ബട്ട് there are operatives. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ ഖാർഗറുകാരാണ്, അതുകൊണ്ട് ഈ ഇവിടെ ഉള്ള ആൾക്കാർ വിളിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അങ്ങനെയല്ല, ആ. ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നെറൂളിലും പൻവേലിലൊക്കെ പ്രോഗ്രാമിനായിട്ട് ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇതുവരെയും അവർ ഒരു സപ്പോർട്ട് തന്ന ഒരു പ്രോഗ്രാം അമ്പലങ്ങളിൽ പോലും കിട്ടിയിട്ടില്ല എനിക്ക്. അങ്ങനെ അവിടെ വിഭാഗം ഉണ്ടെന്നാണോ? ഉണ്ട്. അതെ അതെ. ഇതിന് ഞാനത് നേരത്തെ തന്നെ ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു സംഘടന, ഏത് സംഘടന ആയിക്കോട്ടെ, സെലിബ്രിറ്റിയെ വിളിക്കുന്ന ഉദ്ദേശം എന്താണ്? നമുക്ക് പബ്ലിക്ക് കൂട്ടുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഇതിന് പിന്നില് വളരെ നമ്മൾ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ ആ വേദിയിൽ കാണാനുള്ളത് ആൾക്കാർ പബ്ലിക് എത്തുക എന്നുള്ളതാണ്. നമ്മളൊരു അല്ല, ഞാൻ ചോദിച്ചത്, താങ്കൾ ഈ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമാ നടനാണ്? ഞാൻ അതിലേക്ക് താങ്കൾ തൊട്ടടുത്തിരിക്കുന്ന ആള് സിനിമ വിദ്യാബാലനോട് അഭിനയിച്ച ആളാണ്. അതെ, 4-5 സിനിമയിൽ അഭിനയിച്ച ആൾ ഇപ്പുറത്തിരിപ്പുണ്ട്, സന്തോഷ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം ഒരു വിധത്തിൽ സെലിബ്രിറ്റികളല്ലേ? നയന പ്രകാശ് ദൂരദർശനിലെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. ഈ രാധികമേവ നയന മേഡം ഒക്കെ പറഞ്ഞത് തന്നെ, എന്തുകൊണ്ട് ഞങ്ങളെ മുന്നിലേക്ക് മുൻഗണന വരുന്നില്ല, അല്ല പരിഗണിക്കുന്നില്ല എന്ന്. സെലിബ്രിറ്റികളെ നമ്മൾ വിളിക്കുമ്പോൾ ഇവർക്ക് നമ്മൾ ഓൾറെഡി ഇവർ സെലിബ്രിറ്റി ആയിട്ടുണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിലും പക്ഷെ പബ്ലിക്ക് അത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇവർക്ക് വേദികളിൽ ഓരോ ചെറിയ ചെറിയ വേദികളിൽ അല്ല, അതിനല്ലേ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നേ. നിങ്ങൾ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു ഓണാഘോഷമായിക്കോട്ടെ, വിഷുവിന്റെ ആഘോഷം, എന്ത് വേണേ ആഘോഷമായിക്കോട്ടെ, ഇവരെ കൂടെ ക്ഷണിക്കണം. അവർക്കൊരു പൂച്ചന്റെ മതി അല്ലേ? കയ്യടി മാത്രം മതി. ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ നമ്മൾ സെലിബ്രിറ്റി എന്തെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ കാണാൻ വേണ്ടി 1000 പേരല്ല 500 പേര് വന്ന് കാണുക എന്നാണ് നമ്മൾ. വളരെ തെറ്റിദ്ധാരണയാണ്. ഒരു സെലിബ്രിറ്റി വരേണ്ട ആവശ്യമില്ല. ഇവിടെ ഇന്ന് ബോംബെയില് എന്ത് പ്രോഗ്രാം വെച്ചാലും അവിടെ ആളുണ്ടാവും. നമ്മുടെ ആൾക്കാരെല്ലാം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പറയാം. ഒരാള് ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാല് ആള് എത്ര മണിക്കൂർ നമ്മുടെ ഒപ്പം ഇരിക്കും? അല്ലെങ്കിൽ മറ്റുള്ള 10 മിനിറ്റ്, ഈ 10 മിനിറ്റിന് 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ചെലവാക്കി. നന്ദഗോവിന്ദം ഭജൻസ് ഇല്ലേ അവതാരികയായിരുന്നു ഈ അടുത്ത കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ ഇല്ലേ? നന്ദഗോവിന്ദം ഭജനെ എത്ര ആൾക്കാർക്ക് മുമ്പ് ആൾക്കാർക്ക് അറിയാമായിരുന്നു? ഇവരെപ്പോഴാണ് സെലിബ്രിറ്റികളായത്? അവരിപ്പോ ഒന്നുകൂടെ പോപ്പുലർ ആയത് റീസെന്റ്. അതായിക്കോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ചോദിച്ചത്, അവരെന്ന് പറയുന്നത് സപ്താഹത്തിന് അവിടെ പാടിക്കൊണ്ടുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ വേദി കിട്ടി, അവർ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി മാറി. അതുപോലെ ആവുമെന്ന് ഇവരും. ഞാൻ പറയുന്നത്, അങ്ങോട്ടൊരു അവസരം അവർക്ക് നൽകിയാലല്ലേ അവർ വരും. അതെ, പക്ഷെ നമ്മൾ ജനറൽ സെക്രട്ടറി നേരത്തെ രാജഗോപാലൻ സാർ പറഞ്ഞ പോലെ തന്നെ അത് ട്രെൻഡാണ്. ഇപ്പൊ നന്ദഗോപാൽ എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് മാറി. പണ്ടത്തെ ഒരു ഗാനമേളയായാലും കഥാപ്രസംഗമായാലും നാടകമായാലും അതിൽ നിന്ന് മാറി ഇവരൊരു വെറൈറ്റി ആയിട്ടാണ് അവർ ആ
ഡെവോഷണൽ സോങ്സ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അവരും ഒരു ചെറിയ വേദി കൊണ്ട് തുടങ്ങിയിട്ടാണ് ഇന്ന് ഈ ലെവൽ വരെ എത്തിയിരിക്കുന്നത്. അവർക്ക് ഒരു വേദി എല്ലാവരും ഒരുക്കി കൊടുത്തോണ്ടാണ് ഇന്ന് അവർ ഒരു സെലിബ്രിറ്റി ആയത്. പക്ഷെ അത് ശരിയാണ്. അത് എന്തുകൊണ്ടാണ്? അവരുടെ ഒരു ടോട്ടലി വെറൈറ്റിയാണ്. നമ്മൾ ഇന്ന് വരെ കാണുന്ന ഒരു ഭജനയല്ല അവർ ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ അതിലേക്ക് കടന്നല്ല. അല്ലല്ല, ഞാൻ ആ പ്രോഗ്രാമിന്റെ ഇതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർ ഇന്ന് അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ ആയതുപോലെ ഇവർക്കൊരു അവസരം കൊടുത്താലേ അവർ സെലിബ്രിറ്റി ആണ്. ഇപ്പൊ ഇവിടെ പാടിയ കുട്ടികൾ അവരെത്ര മനോഹരമായിട്ട് ആലപിച്ചു അല്ലേ? ഇവിടെ മിമിക്രി അവതരിപ്പിച്ചു, നാടകമുണ്ട്, എല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഗിന്നസ് റെക്കോർഡ് പോയ ആളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് അവസരം നൽകാത്തതെന്നാ ചോദിക്കുന്നത്. ഞാനിത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കെല്ലാം നമ്മൾ പറയുമ്പോ പറയും ഇവിടെ നിങ്ങൾ ട്രെൻഡിനൊപ്പമല്ല, നിങ്ങൾക്ക് വെറൈറ്റി ഇല്ല, ഇനി എന്താണ് വേണ്ടെന്ന് പറയും. പറയും അല്ല, ഇതില് നമ്മൾ ഒരു വാസ്തു അംഗീകരിക്കണം. കേരളം പോലെ വിശാലമായ ഒരു കാൻവാസ് ഇല്ല നമുക്ക് ഇത്രയും സെലിബ്രിറ്റികളെ എന്റർടൈൻ ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ബോംബെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു കിടക്കുന്ന ഇത്തരം സ്ഥലത്ത് എത്ര പരിപാടികളാണ് ഒരു വർഷം ഉണ്ടെന്നുള്ളൊരു കണക്കൂടെ നമ്മൾ എടുക്കുന്നത്. അവിടെ എന്തുമാത്രം സെലിബ്രിറ്റികൾക്ക് ചാൻസ് കിട്ടാനുള്ള അവസരം ഉണ്ടെന്നുള്ള ആ ഒരു ഗണിതം കൂടെ നമ്മൾ പറയും. ലാസ്റ്റ് ഇയർ നമ്മുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ എന്റെ സ്റ്റുഡൻസ് പെർഫോം ചെയ്തായിരുന്നു വെള്ളക്കാട്ടം എന്ന് പറഞ്ഞു. പൻവേലില് ലക്ഷങ്ങൾ മുടക്കി അവര് പ്രൊസഷന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. അവരവിടെ പെർഫോം ചെയ്തു. പക്ഷെ ഹൈലൈറ്റ് നമ്മുടെ വെള്ളക്കാട്ടമായിരുന്നു. അവിടെ നിന്ന ഓഡിയൻസ് വന്നിട്ട് ഓർഗനൈസേഴ്സിനോട് ചോദിച്ചു, ഇവരെവിടുന്നാ വന്നത്, ഇവരെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യണം, നാട്ടിൽ നിന്നാണോ ഇവരെ നമ്പർ തരണം. സോ വെറൈറ്റി നമ്മുടെ കയ്യിലും ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ടാലന്റഡ് അല്ല എന്നല്ല. ഞാൻ പറയുന്നത് ബോംബെയിലുള്ള സ്ഥാപനങ്ങൾക്ക് ഇതുപോലുള്ള നമ്മുടെ പോലുള്ള സമാജങ്ങൾക്ക് എന്തുമാത്രം നിങ്ങളെ സെലിബ്രിറ്റികൾക്ക് അവസരം തരാൻ സർ, നാട്ടിൽ നടക്കുന്നതിനെക്കാട്ടിലും പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. നാട്ടിലെ ഒരു അമ്പലത്തിൽ 7 ദിവസത്തെ പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ 10 ദിവസത്തെ പരിപാടിയുണ്ട്. അതുപോലെ വിശാലമായൊരു സ്ഥലമാണ് നാട്ടിൽ. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഇവിടെ നിന്നുള്ള സെലിബ്രിറ്റികളെ സമാജത്തിൽ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒരു സീസണിൽ അന്വേഷിക്കും. ഒരൊറ്റ ഗ്രൂപ്പുകൾക്ക് പരിപാടിക്ക് വരാൻ ഡേറ്റ് ഇല്ല സർ. ഞങ്ങളെ ഇതുവരെ നിങ്ങളെ വിളിച്ചില്ല. അല്ല, ഞാൻ പറയാ, ഞങ്ങൾ അന്വേഷിച്ച ഒരു കാര്യം പറയാ. അത് നാട്ടിൽ അന്വേഷിച്ചില്ല. ഞാൻ പറയാനുള്ള കാരണം, നാട്ടിൽ അതുപോലെ പ്രോഗ്രാം ഉണ്ട്, അവസരങ്ങളുണ്ട്. ഇവിടുത്തെ അവസരങ്ങൾ ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സർ, ഇവിടെ അവസരങ്ങൾ ലിമിറ്റഡ് അല്ല. ടീം ആർട്ടിസ്റ്റിനെയാണ് കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കറക്റ്റ് ചെയ്യാം. സാർ പറഞ്ഞല്ലോ ബോംബെയിൽ അവസരം ഇല്ല. ഇവിടെ 6 മാസം വിഷുവും 6 മാസം ഓണാ. എന്നിട്ടാണ് പറയുന്നത് അസ്പയറിംഗ് ആർട്ടിസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു സേ कि ആദ്യം തന്നെ കേരളത്തിലെ ആർട്ടിസ്റ്റിന്റെ കൂടെ ഞങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെ നിർത്തണം. ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് തൊട്ട് തുടങ്ങിയതേ കേരളത്തിൽ അത്ര കൊടുക്കുന്നുണ്ട്, അവിടുത്തെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ മുംബൈയിലെ ആർട്ടിസ്റ്റുകൾക്ക് ചാൻസ് കിട്ടാൻ തുടങ്ങും. ലൈക്ക് ഞങ്ങൾ തന്നെ സേർഡ് അണ്ടറിൽ ഞാൻ 4.5 years തൊട്ട് ഞാൻ ഭരതനാട്യം പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോർ ഓൾമോസ്റ്റ് 4 to 4 years പറയാം, ഞാൻ സേർഡ് അണ്ടർ പാട്ടും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഡാൻസും പിന്നെ ഡ്രാമയും ചെയ്യുന്നുണ്ട്. കമ്മിങ് ആർട്ടിസ്റ്റ് ഞങ്ങൾ കണ്ടേക്കുന്നത് വളരെ കൂടുതൽ ഡിഫറൻസിയേഷൻ ഇതേ സമയത്ത് നമ്മൾ കേരളത്തിലെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നെങ്കിൽ ഇതിനും കൂടുതൽ ആൾക്കാർ. ഇപ്പൊ അങ്കിൾ പറഞ്ഞു ട്രെൻഡ് സെറ്റേഴ്സ്. വൈ ആർ ദേ ബിക്കമിങ് ദ ട്രെൻഡ് സെറ്റേഴ്സ്? ബിക്കോസ് സമ്മൺ ഈസ് എൻകറേജിങ് ദം. ഞങ്ങൾക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ വി ക്യാൻ ഓൾസോ ബിക്കം ദ ട്രെൻഡ് സെറ്റേഴ്സ്. വി ആർ നോട്ട് ലിമിറ്റഡ് ടു, ഐ എം സെയിങ് ക്ലാസിക്കൽ ഡാൻസേഴ്സ് എസ്പെഷ്യലി, വി ആർ നോട്ട് ലിമിറ്റഡ് ടു ഓൺലി ക്ലാസിക്കൽ. ഞങ്ങൾ പ്യോർ ക്ലാസിക്കലും ചെയ്യാറുണ്ട്. ഒരു ക്ലാസിക്കൽ സോങ് പാടുമോ? ആരാണ് പാട്ടുകാർ? പാട്ടല്ല, ഞാൻ ഡാൻസ് ആണ്. അന്നാ പിന്നെ മുദ്രയിലൂടെ കാണിച്ചു കൊടുത്താൽ മതി ഇവരോട്. ഞങ്ങൾ ഇവിടെ ഒരു 4-5 years മുന്നേ ഞാൻ ഇവിടെ ഒരു ഡാൻസ് ഡ്രാമ ഞാൻ എന്റെ പ്രൊഡക്ഷനിൽ ചെയ്തിരുന്നു. എല്ലാരും വന്ന അപ്രീസിയേഷനും ഭയങ്കര ഇതായിരുന്നു, ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യ ബാലെ ഞാൻ ബോംബെയിൽ കുറഞ്ഞൊരു 6-7 സ്റ്റേജിൽ ചെയ്യുന്നു. പക്ഷെ ഞാൻ എന്റെ എക്സ്പെൻസ് അവരോട് പറയുമ്പോഴുണ്ടല്ലോ,
അത്രയൊക്കെ ആവോ സാർ? തരാൻ എനിക്ക് ഇത്രയും തരാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ചെയ്തു. എന്തെന്നറിയാമോ, ഞാൻ ആൾറെഡി ഇത്രയും കുട്ടികളെ ഞാൻ അതിനകത്ത് more than 25 years കുട്ടികളുണ്ടായിരുന്നു. മനോജ്, ജയന്തി, ഈ പിറകിരിക്കുന്ന എല്ലാ കുട്ടികളും എന്റെ അടുത്ത് 20-25 കുട്ടികൾ അന്ന് ഉണ്ടായിരുന്നു. ആ ബാലെ ഞാൻ ചെയ്യുമ്പോൾ 3 മണിക്കൂറിന്റെ ബാലെ. ഇപ്പൊ ബാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വന്ന അരവിന്ദാക്ഷ മേനോൻ അല്ലേ? ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ ഓടി വരുന്നത്. 2 എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു 99-2000 ആ സമയത്ത് ഞങ്ങള് കേരള സമാജം പ്രോഗ്രാമില് മാർഗംകളി ആദ്യമായിട്ട് അവതരിപ്പിച്ചു. പിന്നെ അന്ന് കുറെ ഡാൻസ് ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തത്. അവിടെ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് അത് വളരെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലോഖൻവാല അവിടേക്ക് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നു. ഞങ്ങള് അവിടെ പോയി കളിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. ഞങ്ങൾക്ക് ഇവരാരും പരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കളിയൊക്കെ കണ്ടിട്ട് അവർക്ക് അതേപോലെ തന്നെ ഒരു കളി അവിടെ വേണം. ഈ രണ്ടും, ഒന്ന് ഞാൻ 1998-99 ആ സമയത്താണ് കേട്ടോ, മറ്റത് ഇപ്പൊ 2 കൊല്ലം മുമ്പ്. അപ്പൊ ഈ 2 പ്രോഗ്രാമിലും ഇപ്പൊ ആസ് സംബഡി സെഡ് വെൻ ഇറ്റ് ഇസ് എ പാഷൻ നമ്മൾ നോക്കില്ല എത്രയാണ് അതിന്റെ എക്സ്പെൻസ് എന്ന്. അപ്പൊ അവിടുത്തെ സംഘാടകർ ചോദിച്ചു നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന്. എന്റെ ടീമിനെ വിളിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അവര് പറഞ്ഞു അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസും കോസ്റ്റ്യൂമിന്റെയും അവർ തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. അപ്പൊ എന്റെ അത് മാത്രമേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ഒരു ബസ് അറേഞ്ച് ചെയ്യണം, കോസ്റ്റ്യൂമിന്റെ പൈസ നിങ്ങൾ തരണം. അതിലും കുറെ കോസ്റ്റ്യൂമിന്റെ പൈസ ഞങ്ങൾ തന്നെ എടുത്തു, കാരണം ഭരതനാട്യം കുറെ പേർക്ക് അവർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ എനിക്ക് എന്റെ കൂടെ വന്ന അന്നും അതെ ഇപ്പൊ ഈ അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഡിമാൻഡ് ചെയ്താൽ അവർ തരത്തുമില്ല. ഇപ്പൊ ഏട്ടൻ മുമ്പ് ചോദിച്ച പോലെ ഈ അപ്കമിങ് ആർട്ടിസ്റ്റിന് മുന്നോട്ട് വരാൻ ഇപ്പൊ പേടിയുണ്ടോ, അതോ വാട്ട് ഈസ് ദാറ്റ് ഫിയർ ദാറ്റ് ഈസ് ഹാപ്പനിങ്? ഇപ്പൊ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. രാധിക ടീച്ചറുടെ സ്റ്റുഡന്റ് ആണ് ഞാൻ, അവരുടെ മോൾ തന്നെയാണ്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ അമ്മമാര് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ ഡാൻസ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇതിന് മുന്നോട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, വല്ല എന്താ പറയാ ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ, അതോ ഇങ്ങനെ വെറുതെ സ്റ്റേജിൽ പോയി ഡാൻസ് കളിച്ചു വന്നു, നമ്മുടെ മനസ്സിന് ആശ്വാസമായി കഴിഞ്ഞു, അങ്ങനെ എന്റെ കുട്ടിയെ ഒന്ന് പഠിപ്പിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമായിട്ടൊരു ചോദ്യം. അപ്പൊ ഇതിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഈ ഡാൻസിന്, അത് തന്നെയാണ് നമ്മള് ചെയർമാനോടൊക്കെ നമ്മള് പ്രസിഡന്റിനോടൊക്കെ ചെയ്തത്. ചേട്ടാ, നമ്മൾ എല്ലാ സമാജങ്ങളെയും ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ഒരു 2-3 ദിവസത്തെ ഒരു ഉത്സവം, ഒരു മാമാങ്കം നമ്മൾ സംഘടിപ്പിക്കണം. അതിന് വേണ്ട പൈസ കണ്ടെത്തണം. അത് സമാജങ്ങൾ വിചാരിച്ചാൽ അത് കണ്ടെത്താൻ സാധിക്കും, ഇല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക്, സെലിബ്രിറ്റികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇതുപോലെ ഗ്രൂപ്പുകൾക്ക് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അറിയില്ല. നമ്മളെ നാട്ടില് ചെറിയ ചെറിയ സെലിബ്രിറ്റികൾ വരെ അവർക്ക് ഭയങ്കര സെറ്റപ്പ് മാർക്കറ്റിംഗ്. നിങ്ങൾ ആ ഒരു സെറ്റപ്പിലേക്ക് പോകണം. അത് വളരെ അത്യാവശ്യമാണ്. ഇതില് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ബോംബെയിലെ ഡാൻസേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, ഇപ്പൊ ഗണേശ് ഒരു ഉദാഹരണം പറഞ്ഞു, ഖാർഗർ ആ സൈഡിലൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് പരിപാടി ഞങ്ങൾക്ക് അവസരം കിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെയുള്ള ഡാൻസേഴ്സ് ഒരിക്കലും ഒരു പരിപാടിയും ഫ്രീ ആയിട്ട് കൊടുക്കരുത്. കാര്യം അത് കുറച്ച് എന്താണെന്നറിയോ, ഇതുകൊണ്ടാണ് നമുക്ക് വിലയില്ലാത്തത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 19 പരിപാടി ഗാനമേള ചെയ്ത കാലഘട്ടമുണ്ട്. ഇന്ന് ഞങ്ങള് സാരഥി പക്ക കൊമേഴ്സ്യലായി. കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതും മതി. നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഡാൻസ്, ഒരു ടീച്ചറിന് ഒരു ബാലയോ അല്ലെങ്കിൽ മറ്റൊരു കലാരൂപം അത് ശരിയാക്കി എടുക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അത് എന്നിട്ട് ആ സംഘടനയിൽ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. സന്തോഷം. ഞാൻ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞത് എന്റെ കുട്ടികളുടെ ഒരു പ്രൊമോഷന് വേണ്ടിട്ട്. നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ കണ്ണകി ബാലെ ചെയ്തോണ്ട് 1 മണിക്കൂറിന്റെ കണ്ണകി ബാലെ ഈ കുട്ടികളെ 3 മാസം വെച്ച് ട്രെയിനിങ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് ഇല്ല. അത് ഞങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ, ഞങ്ങൾക്ക് അതിനെ ഫർദറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേജ് വേണം. അത് 4 പേര് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത ബുക്കിംഗ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈഡിൽ ഒരു സ്റ്റേജ് കിട്ടുക. സന്തോഷം പറഞ്ഞത് ടൈം ഈസ് പ്രീഷ്യസ്. നമ്മൾ അതിനു വേണ്ടിയെങ്കിലും പൈസ മേടിക്കണം. ഈ ഫ്രീ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് അടുത്ത പ്രാവശ്യം വിളിക്കാത്തത്. ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർക്കറ്റിങ്ങിന് ആവശ്യമുണ്ടാവും. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ സമാജത്തില് ഡാൻസ് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയാം, ഇപ്പൊ അടുത്ത് നടന്ന ഇൻസിഡന്റ് പറയാം. ഇപ്പൊ നടന്ന ഈസ്റ്റർ വിഷു പ്രോഗ്രാമിന് ടീച്ചേഴ്സ്മാര് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ബ്ലൗസ് പീസിനും സെറ്റും മുണ്ടിനും പൈസ ചെലവാക്കാൻ അർഹതയുള്ളവർ മാത്രം പേര് തരിക. എപ്പോഴും എല്ലാ പരിപാടികളും അതിന്റെ ഒരു കോസ്റ്റ്യൂമിന്റെ ചാർജ് അത് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് ഞാൻ കഴിഞ്ഞ വർഷം 2 പ്രോഗ്രാം കോസ്റ്റ്യൂമർ ഒരാളുടെ അത് വേറെ ചെയ്യുന്നു, കോറിയോഗ്രാഫർക്ക് ചാർജ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാം. ഇവിടെ വന്നിരുന്ന് ബടായി പറയേണ്ട ഒരു കാര്യമില്ല.
കേരള സമാജം ഡോംബയില് എല്ലാ പ്രോഗ്രാമിനും കോസ്റ്റ്യൂം കൊടുക്കാറുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതെ, ഞാനും അതിന് കൊല്ലം ഒരു 4-5 പ്രോഗ്രാം വെക്കുമ്പോ എപ്പോഴും അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊരു അതാവാം, അതങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവാം. ഗണേശ്, കൺഫ്യൂഷൻ അല്ല, ഇത് ക്ലിയർ ആണ്. കഴിഞ്ഞ വർഷം 2 പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം ഞാൻ ചെയ്തു ഈ കുട്ടികളെ വെച്ച്. അവർക്കറിയാം ഞാൻ അതിന് ഒരു പ്രോഗ്രാമിന് എനിക്ക് പൈസ കിട്ടി, ഇന്നൊരു പ്രോഗ്രാമിന് ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞു ഈ പ്രോഗ്രാമിന് ഞങ്ങൾ കൊടുക്കുന്നില്ല. ഈ കുട്ടികളെല്ലാവരും ചോദിച്ചാലും അറിയാം, ഇവർ തന്നെയാണ് അവരെല്ലാം പെർഫോമേഴ്സ്. ആണോ? അങ്ങനെ ഒരു നിമിഷം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയട്ടെ. പറയൂ. കാശെന്ന് വെച്ചാ they give us certificate and a trophy. പക്ഷെ ഞങ്ങള് ട്രാവലിംഗ് ചോദിച്ചാൽ ഞങ്ങള് മേക്കപ്പിന്റെ കാശില്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ വരെ we have no support at all. ഇവിടെ നമ്മൾ പറഞ്ഞത് എല്ലാ സമാജമൂലവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ദിവസം അല്ല അതിനപ്പുറം ദിവസങ്ങളിൽ പ്രോഗ്രാം നടത്താൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡോബലിൽ നടത്താൻ പറ്റും. അതിന് ഉദാഹരണമാണ്. ഒന്ന് കേടിച്ച് പാത്താക്കൂ. നമ്മളെല്ലാരും ഇനി ഇതേക്കോ വർഗീസ് ഡാനിയൽജിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളൊരു ആർട്ടിസ്റ്റുകൾ കേട്ടോ, നിങ്ങൾ എല്ലാവരും സാറിനെ കാണുമ്പോൾ ചോദിക്കണം ഞങ്ങൾക്ക് അവസരം വേണം. നിങ്ങളിത് പറയണം, 10 പ്രാവശ്യം പറയണം. ഇപ്പൊ നമ്മളിവിടെ ഡിസ്കഷനിൽ മാത്രം നിന്ന് പോകരുത്. അവിടെ നാടകം ഉണ്ടാവണം, ഓട്ടംതുള്ളണം, കഥകളി ഉണ്ടാവണം, ഡാൻസ് ഉണ്ടാവണം, ബാല ഉണ്ടാവണം, കൈകൊട്ടികളി എല്ലാം ഉണ്ടാവണം. അങ്ങോട്ട് സംഭവം ചെയ്തുകൂടെ നമുക്ക്? ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഇപ്പൊ എനിക്കറിയാം KDMCയിൽ എല്ലാ വർഷവും മഹാരാഷ്ട്ര പ്രോഗ്രാം നടത്താറുണ്ട്. 7 ദിവസത്തെ പ്രോഗ്രാം. 2 വർഷം മഹാരാഷ്ട്ര മലയാളി 2 പ്രോഗ്രാം ക്ലബ് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് മലയാളിയുടെ പ്രോഗ്രാം മാത്രം ഒരു ദിവസം വെച്ചുകൊണ്ട് പ്രോഗ്രാം. അവിടെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. അതിനകത്ത് പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഡോംബോയിൽ അല്ലെങ്കിൽ നെഹ്റുവിലോ അല്ലെങ്കിൽ വ്യത്യസ്ത ഒരുപാട് കലാകാരന്മാരുണ്ടാവും. നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ ലിമിറ്റ് ആൾക്കാർ മാത്രമേ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയും പ്രശ്നം ഉണ്ടാവും, എന്നെ ഉൾക്കൊള്ളിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. അപ്പം ആയിരക്കണക്കിന് അതിന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. സിന്ധു പറയും. അതെന്ന് ഞാൻ പറയാം. നമ്മളല്ലേ ഇപ്പൊ ഇത് പെയ്ഡ് പ്രോഗ്രാം ആയിരിക്കും, ആർട്ടിസ്റ്റിന് പെയ്ഡ് പ്രോഗ്രാം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു കീപ് എൻ ഓൺലൈൻ ഓഡിഷൻ. എല്ലാ സെഗ്മെന്റിനും ഒരു ഓൺലൈൻ ഓഡിഷൻ ഉണ്ടാവണം. ആ ഓഡിഷനിൽ ടോപ്പ് വരുന്ന ആൾക്കാരനെ പേ ചെയ്തിട്ട് ആ വേദി കൊടുക്കും. അക്സെപ്റ്റബിൾ അല്ലേ? അത് അക്സെപ്റ്റബിൾ ആണ്. ഒരു സ്ക്രീനിങ് നടത്തുക, അതിൽ അവരെ എടുക്കുക, എന്നിട്ട് ബട്ട് ദേ ഹാവ് ടു ബി പെയ്ഡ്. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് കോസ്റ്റ്യൂമിനുള്ള പൈസ കിട്ടുന്നില്ല എന്നുള്ള. ദേ ഹാവ് ടു ബി പെയ്ഡ് അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ നടത്താൻ പോട്ടെ, അങ്ങനെയാ നടത്താൻ പറ്റും. അപ്പോൾ അവിടെയും കംപ്ലൈന്റ് ഉണ്ടാവും. കംപ്ലൈന്റ് ഉണ്ടെന്ന് പല രീതിയിലും ആൾക്കാർ പ്രഷറൈസ് ചെയ്യും. എന്റെ കുട്ടികള് അതുണ്ടാവും. ഇല്ലില്ല, നല്ല പെർഫോം ചെയ്യുന്ന ഇവര് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് 1 മാസം കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അത് കുഴപ്പമില്ല. രാത്രി ഉറക്കത്തില്ല. നല്ലത് ചെയ്താലും പ്രശ്നമാണ്. ഇതിൽ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഗുങ്റു നടത്തുമ്പോ ആൾക്കാർ എന്നെ ഫ്രണ്ടിന് അപ്രോച്ച് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം, എനിക്കൊരു സ്ലോട്ട് താ. യു ഹാവ് ടു ബി വെരി സ്ട്രിക്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. Only if you are selected through the process and you are there in the slot, then only you will be performing. Yes, no means no. വാസുവേട്ടാ, ഇതിന് ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ചോളം നമുക്ക് ടീച്ചേഴ്സിനെയും മറ്റുള്ളവരെയും ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അവരെ ഉണ്ടാക്കിയ ശേഷം അവരുടെ അണ്ടറിൽ വേണം ചെയ്യാൻ. ഇപ്പൊ എന്തെങ്കിലും വാസുവേട്ടനോ അല്ലെങ്കിൽ ഡാനിയൽ ജിക്കോ ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല. എന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ അണ്ടറിൽ വെച്ച് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആളെ വേണം നമ്മൾ എടുക്കാൻ. അതെ, അതാണ് അതിന്റെ കറക്റ്റ് അല്ലെ? അതിനോടല്ലേ എഗ്രി ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർക്ക് വേണ്ടത്ര വേദി കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷവും പരാതിയും. അതെല്ലാം ആ സങ്കടമെല്ലാം നമുക്ക് നല്ലൊരു ഗാനത്തിലൂടെ അങ്ങ് മാറ്റാം. അനന്യ മോളു പാടും. ये रातें ये मौसम नदी का किनारा ये चंचल हवा कहा दो दिलों ने कि हम के मिलकर कभी हम न होंगे जुदा. സമരം ഏത് പാട്ടായിരിക്കും പാടാൻ പോകുന്നത്? ഹിന്ദി സോങ്. अब है सामने इसे छू लो जरा मर जाऊं या जी लूं जरा. സൗമ്യ എന്തെങ്കിലും ഇവര് പാടുമല്ലോ, ഒരു പഴയ ഒരു ഗാനമാണ്. പിന്നാളെ പിന്നാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ കന്നി താമര പൂമോളെ കന്നി താമര പൂമോളെ വാവാ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി
ഒരു മിനിറ്റിൽ എത്ര പാട്ട് പാടാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിയാമ്പൽ കരയിലൻ നരയ്ക്കൂ വെള്ളം പണ്ട് നമ്മളെന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളാരും കുന്നിലെ പൊന്മൂളം വീട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാർ. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ അവര് മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, കഥകളി ആർട്ടിസ്റ്റ് ഉണ്ട്, ഗായകരുണ്ട്. പക്ഷെ ഇതിൽ പ്രശ്നം പറഞ്ഞാൽ ഗായകരും മിമിക്രിയും പെർഫോം ചെയ്യാൻ പറ്റും. അതിനേക്കാളും വലിയ മോഹിനിയാട്ടം ടീച്ചേഴ്സും അവർ ഈ ഡാൻസേഴ്സിനൊന്നും ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനെ പോലെ ചെണ്ടയൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൊട്ടാനും പറ്റില്ല. പക്ഷെ ഇവർക്കെല്ലാം വേണ്ടി ഒരു വേദി, അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. സാധാരണ നമ്മളൊരു ചർച്ചയിലും ഒന്നും ഊരിത്തിരിയാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടി ഒരു വേദി അണിയിച്ചൊരുക്കാം, ചില ടെക്നിക്കൽ സാധ്യതകൾ നേരിട്ടുകൊണ്ട് തന്നെ, അല്ലെ? ഒരു നല്ല കൈയുടെ കൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും നിങ്ങൾ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ്, ഞങ്ങളും ഉണ്ടാവും. ഹലോ മുംബൈയും ജനം ടിവിയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക thehelloMumbai@gmail.com. ഫിലിമിലേക്ക് കാണാം. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ. ഹലോ മുംബൈ, ഹലോ മുംബൈ. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women.